വെൽക്കം ബാക്ക് ടു സ്കൂൾഷിപ്പ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് SCERT ക്ലാസ് 7 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ചാപ്റ്റർ ആണ്. ഹെലൻ കെല്ലറുടെ ആത്മകഥയിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹെലൻ കെല്ലറെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. തൻ്റെ ശാരീരിക ബലഹീനതകളെയും പരിമിതികളെയും തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് തോൽപ്പിച്ച ഒരു ധീര വനിതയാണ് ഹെലൻ കെല്ലർ. തനിക്ക് വെറും 19 മാസം മാത്രം പ്രായമുള്ള സമയത്താണ് ഹെലന് അവളുടെ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെടുന്നത്. അതോടുകൂടെ സംസാരശേഷിയും ഹെലനെ സംബന്ധിച്ച് നഷ്ടമാവുകയാണ്. എന്നാൽ പിന്നീട് തൻ്റെ പ്രിയ ടീച്ചറായ ആനി സള്ളിവന്റെ സഹായത്തോടെ ഹെലൻ അറിവിൻ്റെ ലോകത്തേക്ക് കടന്നു വരികയാണ്. അങ്ങനെ അറിവിനെ സ്വന്തമാക്കുന്ന ഹെലൻ ലോകത്തെ തന്നെ മാറ്റിമറിച്ച, സ്വാധീനിച്ച മഹത് വ്യക്തിയായി മാറുകയാണ്. നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. The beginning of my life was simple and much like every other little life. എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭവും വളരെ സിമ്പിൾ ആയിരുന്നു, ലളിതമായിരുന്നു, എളിമയുള്ളതായിരുന്നു, മറ്റേതൊരു ലൈഫ് പോലെയും. I came, I saw, I conquered as the first baby in the family always does. അപ്പോൾ ഹെലൻ കെല്ലർ പറയുകയാണ്, ഒരു കുടുംബത്തിലെ ആദ്യത്തെ കുട്ടി എപ്പോഴും ചെയ്യുന്നത് പോലെ ഞാൻ വന്നു, ഞാൻ കണ്ടു, ഞാൻ കീഴടക്കി. ആ വീട്ടുകാരുടെ എല്ലാം സ്നേഹം തന്നിലേക്കാക്കി മാറ്റിയെന്നാണ് അവൾ പറയുന്നത്. There was the usual amount of discussion on a name for me. അപ്പോൾ സാധാരണ ഒരു കുട്ടി ഉണ്ടാവുന്ന സമയത്ത് ആ കുട്ടിയുടെ പേരിനെ സംബന്ധിച്ച് വീട്ടുകാരെല്ലാം ആലോചിക്കാറുണ്ടല്ലേ. അപ്പോൾ ഹെലന്റെ കാര്യത്തിലും അവൾക്ക് എന്ത് പേരിടണം എന്നതിനെ ചൊല്ലി അവിടെ ഒരു ചർച്ചയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. The first baby in the family was not to be lightly named. അപ്പോൾ ഫാമിലിയിലെ ആദ്യത്തെ കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ നിസ്സാരമായിട്ടൊരു പേരൊന്നും ഇടാനായിട്ട് പറ്റില്ല എന്ന് വീട്ടുകാര് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. Everyone was emphatic about it. അത് മാത്രമല്ല, എല്ലാവരും ഈ ഒരു കാര്യത്തിൽ നിശ്ചയിച്ചുറപ്പിച്ച പോലെ ആയിരുന്നു എന്നാണ് ഹെലൻ പറയുന്നത്. ഓക്കെ, വേർഡ് മീനിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് റെഫർ ചെയ്യണം കേട്ടോ. നോക്കാം. My father suggested the name of Mildred Campbell. അപ്പോൾ ഹെലന്റെ ഫാദർ ഒരു നെയിം സജസ്റ്റ് ചെയ്തു, നിർദ്ദേശിച്ചു. എന്തായിരുന്നു അത്? മിൽഡ്രഡ് ക്യാമ്പൽ എന്നൊരു നെയിമാണ് സജസ്റ്റ് ചെയ്തത്. കേൾക്കുമ്പോൾ തന്നെ അല്പം സീരിയസ്, സ്ട്രോങ് ആയിട്ടുള്ളൊരു നെയിം ഒക്കെയാണല്ലേ. നോക്കാം. She was one of her highly esteemed ancestors. അപ്പോൾ ഈ പേര്, ഈ മിൽഡ്രഡ് ക്യാമ്പൽ എന്ന് പറയുന്നത് ഇവരുടെ ഫാമിലിയിലെ ഒരു വളരെയധികം റെസ്പെക്റ്റഡ് ആയിട്ടുള്ള, ബഹുമാനിക്കപ്പെട്ടിട്ടുള്ള ഒരു ആൻസിസ്റ്റർ ആയിരുന്നു. ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസിനെയൊക്കെയാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മിൽഡ്രഡ് ക്യാമ്പൽ അങ്ങനെ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവരുടെ ഒരു ആൻസിസ്റ്റർ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു പേരിടാമെന്നാണ് നമ്മുടെ ഹെലന്റെ അച്ഛൻ മനസ്സിൽ കരുതിയതും പറഞ്ഞതും. But in the excitement of carrying me to church, my father forgot the name on the way. പക്ഷേ അച്ഛൻ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചെങ്കിലും ഇവളെ ബാപ്റ്റിസത്തിനായിട്ട്, ക്രൈസ്റ്റനിങ്ങിനായിട്ട്, പേരിടലിനൊക്കെ ആയിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇവളുടെ അച്ഛൻ ആ തിരക്കിലും എക്സൈറ്റ്മെന്റിലും അതിശയത്തിലും ആശ്ചര്യത്തിലും ഒക്കെ ഈ പേര് മറന്നുപോയി. When the church minister asked him for it, അങ്ങനെ പള്ളിയിലെത്തിയ സമയത്ത് മിനിസ്റ്റർ അവിടെ പ്രയേഴ്സ് ഒക്കെ അഡ്മിനിസ്റ്റർ ചൊല്ലുന്ന പ്രയേഴ്സ് ഒക്കെ ചൊല്ലുന്ന മിനിസ്റ്റർ ചോദിച്ച സമയത്ത് പേര് മറന്നു പോയത് കൊണ്ട് ഫാദർ എന്ത് ചെയ്തു? ഹെലൻ ആഡംസ് എന്ന് പേര് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഹെലന് ആ ഒരു പേര് കിട്ടിയതെന്നാണ് ഇവിടെ പറയുന്നത്. നോക്കാം. I showed many signs of an eager, self-asserting disposition when I was still a baby. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ബേബി ആയിരിക്കുന്ന സമയത്ത് തന്നെ, ഒരു ശിശുവായിരിക്കുന്ന സമയത്ത് തന്നെ വളരെയധികം ഈഗർ ആയിരുന്നു. ഈഗർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആകാംക്ഷയുള്ള. ഈഗർ എന്ന് പറഞ്ഞാൽ നല്ല ആകാംക്ഷയുള്ള ഒരു കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ സെൽഫ് അസേർട്ടിങ് ആയിരുന്നു എന്നാണ് പറയുന്നത്. സെൽഫ് അസേർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസേർട്ടിങ് എന്ന് പറഞ്ഞാൽ ഉറച്ചു പറയുക. അപ്പൊ നമുക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതിങ്ങനെ ഉറപ്പിച്ച് പറയുന്ന ഒരു സ്വഭാവമില്ലേ, അതിനെയാണ് നമ്മൾ സെൽഫ് അസേർട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹെലൻ ഇത്തരം ഒരു സ്വഭാവമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ്? ആകാംക്ഷയുള്ളതും അതുപോലെ തന്നെ സെൽഫ് അസേർട്ടിങ് ആയിട്ടുള്ള, അവളുടെ കാര്യങ്ങൾക്ക് അവൾ അതിൽ ഉറച്ചു നിൽക്കുന്ന ആ ഒരു സ്വഭാവമൊക്കെ അവൾ കാണിച്ചിട്ടുണ്ടായിരുന്നു.
I insisted upon imitating everything that I saw other people doing. അപ്പോൾ കൊച്ചുകുട്ടികളെ കണ്ടാൽ നമുക്കറിയാം അല്ലേ, മുതിർന്നവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ, അനുകരിക്കാൻ, അതുപോലെ ചെയ്ത് കാണിക്കാനായിട്ട് അവർക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഹെലനും ഇതുപോലെ മുതിർന്നവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അവൾ കാണുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്യാൻ അവൾക്ക് പ്രത്യേകമായിട്ടൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. At 6 months, I could pipe out, how do you? അപ്പോൾ അവൾക്ക് 6 മാസമായ സമയത്ത് തന്നെ അവൾക്ക് ഇങ്ങനെ ഉച്ചത്തിൽ പറയാനായിട്ട് സാധിക്കുമായിരുന്നു. How do you എന്നൊക്കെ പറയാനായിട്ട് സാധിക്കുമായിരുന്നു. One day, I attracted everyone's attention by saying tea, tea, tea quite plainly. അപ്പോൾ ഒരു ദിവസം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് ഇവള് പറഞ്ഞു ടീ ടീ ടീ. അപ്പോൾ ഒരു ചെറിയ കുട്ടിയാ പറയുന്നത് അല്ലേ, ഒരു 6 monthsലുള്ള കുട്ടിയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കും. അത് വളരെ വ്യക്തമായിട്ടാണ് ഇവള് പറഞ്ഞത്. അവളെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയായിരുന്നു ആ ഒരു പ്രായത്തില് ഈ ഒരു സംസാരം എന്ന് പറയുന്നത്. Even after my illness, I remembered one of the words I had learned in these early months. അപ്പോൾ തനിക്ക് ഒരു അസുഖം വന്നതിന് ശേഷവും അവള് ഓർമ്മിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു ചെറിയ പ്രായത്തിൽ ഇവള് പഠിച്ച ചില വേർഡ്സ് ഒക്കെ ഇവൾ ഇപ്പോഴും ഓർമ്മിക്കാറുണ്ടെന്നാണ് പറയുന്നത്. നോക്കാം ഏതൊക്കെയാണ്. ഇറ്റ് വാസ് ദ വേർഡ് വാട്ടർ. അപ്പോൾ വാട്ടർ അതൊക്കെ ഇവൾ ആ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഈ ചെറിയ പ്രായത്തിൽ തന്നെ, ഒരു 6 months സമയത്തൊക്കെ. I continued to make some sound for that word after all other speech was lost. അപ്പോൾ ഇവളെ സംബന്ധിച്ച് പിന്നീട് ഇവളുടെ സംസാരശേഷി ഇല്ലാതെയാവുകയാണ് ചെയ്തത് അല്ലേ. എന്നിട്ട് പോലും ഈ ഒരു വേർഡ്, ഈ വാട്ടർ എന്ന് പറയുന്ന ഒരു വേർഡ് പറയാനായിട്ട് ഇവള് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേയധികം സൗണ്ട്സ് ഇവള് ഉണ്ടാക്കുമായിരുന്നു സംസാരശേഷി പോയ സമയത്തും എന്നാണ് ഇവള് പറഞ്ഞിട്ടുള്ളത്. I stopped making the sound wa wa only when I learned to spell the word. അപ്പോൾ ഈ ഒരു വാക്കിനെ സ്പെല്ല് ചെയ്യാന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഇങ്ങനെ പറയുക അല്ലെ. ഇപ്പോൾ വാട്ടറിന്റെ കേസിൽ WATER ഇങ്ങനെ പറയുന്നതാണ് സ്പെല്ല് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ സ്പെല്ല് ചെയ്യാൻ പഠിക്കുന്നത് വരെയും ഇവൾ ഈ വാട്ടർ എന്ന് പറയുന്ന ഒരു വേർഡിനെ സംബന്ധിച്ചിട്ട് വോ വോ ഈ സൗണ്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു, ഈ സൗണ്ട്സ് ഒക്കെ പുറത്തേക്ക് വിടുമായിരുന്നു. They tell me I walked the day I was a year old. അപ്പോൾ വളർന്നു കഴിഞ്ഞപ്പോൾ വീട്ടുകാര് ഇവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതായത് ഇവൾക്ക് 1 വയസ്സായ ആ ദിവസം ഇവൾ നടന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. My mother had just taken me out of the bathtub and was holding me in her lap. ഇവളെ കുളിപ്പിച്ചു കഴിഞ്ഞ് ഇവളെ ബാത്ത് ടബിൽ നിന്നും അമ്മ ജസ്റ്റ് പുറത്തേക്ക് എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഇവളെ മടിയിൽ വെച്ച് ഇരിക്കുകയായിരുന്നു. I was suddenly attracted by the flickering shadows of leaves that danced in the sunlight on the smooth floor. അപ്പോൾ നമുക്കറിയാം സൺലൈറ്റിലെ ഷാഡോസ്, നിഴലുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പോൾ അമ്മയുടെ മടിയിലിരിക്കുന്ന ഈ കൊച്ചുകുട്ടി, ഹെലനാണ് ആ കൊച്ചുകുട്ടി. അപ്പോൾ അവള് നോക്കുമ്പോൾ ഫ്ലോറില് നിലത്തിങ്ങനെ ലീവ്സിന്റെ മരത്തിന്റെ ഇലകളുടെ ഷാഡോസ്, നിഴലുകളുണ്ട്. ആ നിഴലുകൾ ഇങ്ങനെ മിന്നിമായുന്നുണ്ട്, മിന്നി തെളിയുന്നുണ്ട്. അപ്പൊ ഈ നിഴലുകൾ കണ്ടിട്ട് ഈ കൊച്ചുകുട്ടി വളരെയധികം ആകർഷിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. I slipped from my mother's lap and almost ran toward them. അപ്പോൾ ഈ നിഴലുകളെ കണ്ട് ഹെലൻ അമ്മയുടെ മടിയിൽ നിന്ന് എന്ത് ചെയ്തു? സ്ലൈഡ് ചെയ്തിങ്ങനെ ഇറങ്ങി, എന്നിട്ടോ അതിന്റെ അടുത്തേക്ക് ഓടി. But the impulse was quickly gone. പക്ഷെ പെട്ടെന്ന് തന്നെ ഇവളിങ്ങനെ ഇറങ്ങി ഓടുന്ന ആ ഒരു സമയത്ത് തന്നെ ഓടാനുള്ള ഒരു സ്പിരിറ്റ്, പെട്ടെന്ന് നമുക്ക് കിട്ടിയ ഒരു ആവേശം, അതൊക്കെ ഇല്ലാതെയായി. എന്ത് സംഭവിച്ചു നോക്കൂ. I fell down and cried for her to take me up in her arms. പെട്ടെന്ന് തന്നെ ഈ കുട്ടി നിലത്തേക്ക് വീണു, അമ്മയോട് എന്നെ എടുക്കാനായിട്ട് കരഞ്ഞു പറയാനായിട്ട് തുടങ്ങി. These happy days did not last long, just 1 year. ഈ സന്തോഷകരമായ ദിവസങ്ങൾ പക്ഷേ അധികം നീണ്ടു നിന്നില്ല. ജസ്റ്റ് 1 year, 1 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. One brave spring, a summer and autumn. അപ്പോൾ ഒരു ചെറിയ വസന്തകാലവും ഒരു സമ്മറും ഒരു ഓട്ടവും, ഇത്രയും മാത്രം, ഈ കാലം മാത്രമേ ഇവളുടെ ഈ സന്തോഷവും നീണ്ടു നിന്നുള്ളൂ എന്നാണ് പറയുന്നത്.
അപ്പോൾ വളരെ കുറച്ചു കാലം മാത്രം, ഒരു വർഷത്തിനടുത്ത സമയം മാത്രമേ ഇവളുടെ ആ സന്തോഷകരമായ കുട്ടിക്കാലം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു. ഒരു സ്പ്രിംഗ് സീസണും ഒരു സമ്മർ സീസണും ഒരു ഓട്ടം സീസണും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ഇവളുടെ ജീവിതത്തിലേക്ക് എന്താണ് ആ സന്തോഷമെല്ലാം വന്നത് മാഞ്ഞു പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നോക്കൂ, വൺ ബ്രീഫ് സ്പ്രിംഗ് വെൻ ദ റോബിൻ ആൻഡ് ദ മോക്കിംഗ് ബേർഡ് സാങ് ദെയർ മെലോഡിയസ് സോങ്സ്. അപ്പോൾ എങ്ങനെയാണ് സ്പ്രിങ്ങിനെ, വസന്തകാലത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നോക്കൂ. റോബിൻ ആൻഡ് ദ മോക്കിംഗ് ബേർഡ് സിംഗ് ദെയർ മെലോഡിയസ് സോങ്സ്. അപ്പോൾ റോബിൻ എന്ന് പറയുന്ന ഒരു ചെറിയ കുരുവിയാണ്. മോക്കിംഗ് ബേർഡ് മറ്റ് ബേർഡ്സിന്റെ സോങ്സിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് പാടുന്ന ഒരു ബേർഡാണ്. അപ്പോൾ മോക്കിംഗ് ബേർഡും റോബിനും എല്ലാം അവരുടെ സോങ്സ് ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു വസന്തകാലം. പുഷ്പിച്ച് നിൽക്കുന്ന റോസസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെയുള്ള ഒരു സമ്മർ. എ സമ്മർ വിത്ത് ഇറ്റ്സ് ബ്ലൂമിംഗ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. An autumn with its golden fruits and shedding leaves. ഇനിയോ ഗോൾഡൻ ഫ്രൂട്ട്സും അതുപോലെ തന്നെ കൊഴിഞ്ഞ ഇലകളും ഒക്കെ ആയിട്ടുള്ള ഒരു ഓട്ടം, ഒരു ഇല പൊഴിയും കാലം. അപ്പോൾ ഈ 3 കാലങ്ങളിൽ നിൽക്കുകയാണ്. ഈ 3 കാലങ്ങൾ കടന്നപ്പോഴേക്കും എന്താണ് ഇവളുടെ ലൈഫിലെ ഈ പറയുന്ന ആ സന്തോഷകാലവും എന്താണ് കഴിയുകയാണെന്നാണ് പറഞ്ഞത്. നോക്കാം എന്താണ് സംഭവിച്ചത് നോക്കാം. It happened in February in the middle of winter. അപ്പോൾ വിന്റർ സീസണിലെ ഫെബ്രുവരിയിൽ, അതായത് വിന്ററിന്റെ നടുവിലുള്ള ഫെബ്രുവരിയിലാണ് ഈ ഒരു കാര്യം സംഭവിച്ചത്. I was struck by the illness which closed both my eyes and ears forever. എന്താണ് സംഭവിച്ചത്? ഇവൾക്കൊരു അസുഖം പിടിപെട്ടു. ആ അസുഖം ഇവളുടെ 2 കണ്ണുകളും അതുപോലെ തന്നെ ഇയേഴ്സും ചെവികളും എന്താണ് എന്നേക്കുമായിട്ട് കുട്ടിയടച്ചു. എന്ന് പറഞ്ഞാൽ എന്താണ്? അവളുടെ കാഴ്ചശക്തിയും അവളുടെ കേൾവി ശക്തിയും ആ അസുഖത്തോടെ ഇല്ലാതായി എന്ന്. The doctor thought I would not live, but early one morning the fever left me. അപ്പോൾ ഇവളെ ചികിത്സിച്ച ഡോക്ടർ കരുതിയത് ഇവള് ജീവിക്കുക പോലുമില്ലെന്നാണ്. പക്ഷേ ഒരു ദിവസം അതിരാവിലെ ഇവളെ ആ പനി അങ്ങ് വിട്ടുമാറി. There was great rejoicing in the family that morning. ഇവളെ പനി വിട്ടുമാറിയ ആ ഒരു മോർണിംഗില് ഫാമിലിയിൽ എല്ലാവരും എന്താണ് വളരെയധികം ആഹ്ലാദിച്ചു, റിജോയ്സ് ചെയ്തു എന്നാണ് പറയുന്നത്. But no one, not even the doctor, knew that I would never see or hear again. പക്ഷേ അങ്ങനെ ഇവൾക്ക് പനി മാറി, അസുഖം മാറി എന്ന് കരുതി എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഡോക്ടർ പോലും സന്തോഷിക്കുകയാണ്. അവരാരും വിചാരിച്ചില്ല അവൾക്ക് ഇനി ഒരിക്കലും കാണാനും കേൾക്കാനും സാധിക്കില്ല എന്നുള്ള സത്യം. I fancy I still have confused memories of that illness. അപ്പം ഞാൻ ഇപ്പോഴും ഫാൻസി ചെയ്യാറുണ്ട്, ഇമാജിൻ ചെയ്യാറുണ്ട്. അതായത് ആ ഇൽനെസ്സിനെ സംബന്ധിച്ച് എനിക്കുള്ളതെല്ലാം കൺഫ്യൂസ് ആയിട്ടുള്ള ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കുറച്ച് മെമ്മറീസ്, ഓർമ്മകളാണല്ലോ എന്ന്. I especially remember the tenderness with which my mother tried to soothe me in my waking hours. അപ്പോൾ ഞാൻ വളരെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഉണർന്നിരിക്കുന്ന മണിക്കൂറുകളിൽ എത്ര ടെൻഡേർനെസ്സോടു കൂടിയാണ്, എത്ര സോഫ്റ്റ് ആയിട്ടാണ് എൻ്റെ അമ്മ എന്നെ ആശ്വസിപ്പിച്ചിരുന്നത്, സൂത്ത് ചെയ്തിരുന്നത്. I also remember the pain and confusion with which I woke up after a disturbed sleep. അപ്പോൾ വളരെയധികം അസ്വസ്ഥമായ ഒരു സ്ലീപ്പിന് ശേഷം എത്രയധികം വേദനയോടെയും കൺഫ്യൂഷനോടെയുമാണ് ഞാൻ എഴുന്നേറ്റിരുന്നത്. ഇതെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. I turned my eyes away from the once loved light. അപ്പോൾ ഞാൻ ഒരിക്കൽ ഏറ്റവും സ്നേഹിച്ച ലൈറ്റ്, പ്രകാശത്തിൽ നിന്നും ഞാൻ എൻ്റെ കണ്ണുകളെ എന്താണ് തിരിച്ചു കളയുകയായിരുന്നു. But except for these fleeting memories, it all seems very unreal, like a nightmare. പക്ഷേ ഈ മെമ്മറീസ് എല്ലാം ഫ്ലീറ്റിംഗ് മെമ്മറീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പെട്ടെന്ന് കടന്നു പോകുന്ന, അപ്പോൾ പെട്ടെന്ന് കടന്നുപോയ ഈ മെമ്മറീസിനെയൊക്കെ ഒഴിച്ചു നിർത്തിയാൽ അവളെ സംബന്ധിച്ച് ആ ഒരു രോഗവും അതിനോടനുബന്ധിച്ചിട്ടുണ്ടായ സംഭവങ്ങളും എല്ലാം എന്താണ് വളരെ അൺറിയൽ ആയിട്ട്, എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമല്ലാത്തതായിട്ടാണ് തോന്നുന്നത്. ജസ്റ്റ് ലൈക്ക് എ നൈറ്റ് മെയർ. സ്വപ്നം കാണാറില്ലേ, ഉറക്കത്തിലൊക്കെ പേടിപ്പെടുത്തുന്ന, അങ്ങനെ കണ്ട ഒരു ദുസ്വപ്നം പോലെയാണ് ഹെലന് തോന്നാറ്. ആ ഒരു ഇൽനെസ്സും അതിനോടനുബന്ധിച്ച് അവൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളും ഒക്കെ അവൾക്ക് ഒരു ദുസ്വപ്നം പോലെയാണ് പലപ്പോഴും തോന്നാറ്.
ഗ്രാജുവലി ഐ ഗോട്ട് യൂസ് ടു ദ സൈലൻസ് ആൻഡ് ഡാർക്ക്നെസ് ദാറ്റ് സറൗണ്ടഡ് മീ. പതിയെ പതിയെ എന്നെ സറൗണ്ട് ചെയ്യുന്ന, എന്നെ ചുറ്റുന്ന സൈലൻസ്, നിശബ്ദതയോടും ഡാർക്ക്നെസ്, ഇരുട്ടിനോടും ഞാൻ എന്താണ് കംഫർട്ടബിൾ ആയി തുടങ്ങി എന്നാണ് അവള് പറയുന്നത്. എന്തുകൊണ്ടാണ് സൈലൻസും ഡാർക്ക്നെസ്സും പറഞ്ഞിരിക്കുന്നത്? അവൾക്ക് കേൾക്കാനും കാണാനും സാധിക്കുന്നില്ല, അതുകൊണ്ട്. ഐ ഫോർഗോട്ട് കംപ്ലീറ്റ്ലി ദാറ്റ് ഇറ്റ് ഹാഡ് ഓൾ ബീൻ വെരി ഡിഫറെന്റ്. അപ്പോൾ തൻ്റെ മുന്നേയുള്ള അവസ്ഥയേക്കാൾ ഇത് വളരെ വ്യത്യസ്തമാണല്ലോ, താൻ ഇപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയി പോയല്ലോ എന്നൊക്കെ അവള് പതിയെ പതിയെ അങ്ങനെ പതിയെ മറന്നുപോയി എന്നാണ് പറയുന്നത്. It was my teacher who changed everything and set my spirit free. അപ്പോൾ പിന്നീട് എൻ്റെ ടീച്ചറാണ് എല്ലാ കാര്യത്തിലും ഒരു മാറ്റം കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സ്പിരിറ്റ്, എൻ്റെ ഉള്ളിലുള്ള ആവേശത്തെ സ്വതന്ത്രമാക്കുന്നതുമെല്ലാം. ബട്ട് ദ ഫസ്റ്റ് 19 months of my life had been different. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തിലുള്ള 19 മാസങ്ങൾ വളരെയധികം ഡിഫറെൻ്റ് ആയിരുന്നു. I had caught glimpses of broad green fields, a luminous sky and trees and flowers. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒത്തിരിയധികം കാഴ്ചകൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നിന്നുള്ള എന്തൊക്കെയാണ്? വിശാലമായ പച്ച നിറത്തിലുള്ള പാടങ്ങൾ, അതുപോലെ തന്നെ പ്രകാശമാനമായ ആകാശം, പിന്നെയോ മരങ്ങൾ, ഫ്ലവേഴ്സ്, അങ്ങനെ കുറേയധികം കാഴ്ചകളുടെ ഗ്ലിംസസ്, പാർഷ്യൽ വ്യൂസ് ഒക്കെ ഇപ്പോഴും എൻ്റെ മൈൻഡിൽ ഉണ്ട്. ദ ഡാർക്ക്നെസ് ദാറ്റ് ഫോളോഡ് കുഡ് നോട്ട് ഹോളി ബ്ലോട്ട് ദെം ഔട്ട്. അപ്പോൾ ഈ 19 മാസത്തിന് ശേഷം ഇവളെ പൊതിഞ്ഞ ഒരു ഇരുട്ടുണ്ട് അല്ലെ, ഇവൾക്ക് നഷ്ടമായ കാഴ്ചയും കേൾവിയും ഒക്കെ ഉണ്ട്. അപ്പം അതിനൊന്നും പക്ഷേ ഇവൾ ഈ 19 മാസത്തിനുള്ളിൽ കളക്ട് ചെയ്തിട്ടുള്ള ഈ കാഴ്ചകളെയും ശബ്ദങ്ങളെയും ഒന്നും ഇവളിൽ നിന്ന് മായ്ച്ചു കളയാനായിട്ട് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അതായത് ആ കൊച്ചു കാലമാണെങ്കിലും അവള് മനോഹരമായിട്ട് അവളുടെ മനസ്സിൽ ആ മെമ്മറീസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഹെലൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു ഭാഗമാണ് ഹെലൻ കെല്ലറുടെ ആത്മകഥയുടെ നമുക്കിവിടെ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ആ ഒരു കൊച്ചുകുട്ടിയുടെ വളരെ ചെറിയ പ്രായമാണ് അല്ലേ, നമ്മെ സംബന്ധിച്ച് ഓർത്തെടുക്കാൻ പോലും സാധിക്കാത്ത, അതിനും അപ്പുറമുള്ള ഒരു കുട്ടിയുടെ ഏറ്റവും തുടക്കത്തിലെ കുറേയധികം കൊച്ചു കൊച്ചു മെമ്മറീസ് ആണ് ഹെലൻ ഈ ഒരു എക്സേപ്റ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്.